മുനീറെ, ഓല് മയ്യത്ത് നിസ്കരിക്കാനെല്ലാം പള്ളിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ നിൽക്കരുത് കേട്ടോ. കാരണം മുമ്പ് ഇത് വൈക്കിലേരി മോയിക്ക മരിച്ച സമയത്ത് ഓലെല്ലാം കൂടി ഇവിടെ എൻ്റെ പുരയിൽ വന്നിരുന്നു. അപ്പം ഞാൻ അന്ന് ഓലോട് കൃത്യമായി പറഞ്ഞതാ, ചേപ്പേരി മൊയ്തീനും പ്രസിഡന്റും എല്ലാം ആയിട്ടുള്ള ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ കൃത്യമായി ഓലോട് പറഞ്ഞത്, അങ്ങനെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ അടിമകളെ തടയാനുള്ള അധികാരം ഒരാൾക്കും ഇല്ല. അത് ഖുർആൻ നെസ്സായി പറഞ്ഞതാ. ഒമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദ് അല്ലാഹി അൻ യുദ്കറ ഫീ ഇസ്മുഹു. ഈ ആയത്തോതിയിട്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്, അള്ളാഹിൻ്റെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്. എന്നിട്ട് അന്ന് ആളെ സമ്മതിക്കുകയും നിസ്കരിക്കുകയും എല്ലാം ചെയ്തതാ. എന്നിട്ട് പിന്നെ ഓല് കുശുമ്പുണ്ടാക്കിയിട്ടാണ് ഒരു പേരിൻ്റെ ഒരു ജനറൽ ബോഡി വിളിച്ചിട്ട്, നമ്മളൊന്നും അതിൽ പങ്കെടുത്തിട്ടില്ല, ജനറൽ ബോഡി കൂടിയിട്ട് ഓരോ തീരുമാനം അങ്ങ് എടുക്കുക എന്നൽമാൻ. ഇങ്ങനെ ചേപ്പേരി മൊയ്ത് എനിക്ക് തോന്നുന്നതിനനുസരിച്ച് തീരുമാനം എടുക്കുന്നത് എന്നല്ല അള്ളാഹിൻ്റെ ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ പള്ളി എന്ന് പറയുന്നത് തടയാൻ പറ്റൂല, ഒരാളെ അവിടെ നിസ്കരിക്കുന്നത് തടയാൻ പറ്റൂല. അത് മാത്രമല്ല, ഇത് ദീനിയായ പ്രശ്നം. ഇനി അഥവാ ഇനി ഓരോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒറ്റ മറുപടി നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങളവിടെ സമ്മതം കൊടുത്തോളി. എന്നിട്ട് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി, നിങ്ങൾ സമസ്തൻ്റെ ഒരു ഫത്വ വാങ്ങിക്കൊണ്ടുവരാൻ പറയുക. അതിപ്പോൾ മുജിഫിരി തങ്ങളായാലും ആലിക്കുട്ടി സ്ഥലം ആരാലും ഇല്ല, ഇങ്ങനെ നിസ്കരിക്കുന്നത് തടയുന്നതിന് തെറ്റില്ല എന്നുള്ളൊരു ഫത്വ വാങ്ങി വരി, എന്നാൽ നമ്മൾ അടുത്ത പ്രാവശ്യം മുതൽ തടഞ്ഞോളാം എന്ന് പറയുക. ആ ഒറ്റ മറുപടി മാത്രം പറഞ്ഞാൽ മതി, വേറെ നിങ്ങളൊന്നും ആയത്തോതാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. അത് ആ ഒരു വലിയ പ്രശ്നമാവും. പിന്നെ അന്യനാട്ടുകാർ പല ആളുകൾ ഇവിടെ വരുന്ന, അപ്പോൾ ഇവിടെ പള്ളിയിൽ പുരേൻ്റെ മുറ്റത്തുള്ള ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ പിന്നെ എന്തിന് കൊള്ളൂ? അപ്പോൾ അതുകൊണ്ട് വളരെ കർശനമായി ഈ കാര്യത്തിൽ നിലപാടെടുക്കണം. വയനാട് ജില്ലയിലെ വെള്ളമുണ്ട പുളിഞ്ഞാൽ മഹല്ലിൽ അരങ്ങേറിയത് ഏതൊരു നാഗരിക സമൂഹത്തെയും നാണിപ്പിക്കുന്ന നെറികേടാണ്. മരണപ്പെട്ട കൊച്ച ഹലീമ ഹജ്ജുമ്മ എന്ന വയോധികയോട് മുസ്ലിം ലീഗ് നേതൃത്വം കാണിച്ച ക്രൂരതയ്ക്ക് സമാനതകളില്ല. എപി സുന്നി എന്ന ഒരൊറ്റ കാരണത്താൽ സ്വന്തം വീടിന്റെ അയൽപ്പക്കത്തുള്ള പള്ളിയിൽ ആ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിക്കാൻ അനുവാദം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. മക്കൾ പള്ളി ഭാരവാഹികളെ വിവരമറിയിച്ചപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് നേതാവും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സിസ്റ്റർ പി മൊയ്തീന്റെ നേതൃത്വത്തിൽ ഭീഷണി മുഴക്കുകയും പള്ളിയുടെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ഗേറ്റുകൾ പൂട്ടി സ്ഥലം വിടുകയുമാണുണ്ടായത്. ഓർക്കണം, ആ പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കൾ ഉൾപ്പെടെ വഖഫ് ചെയ്ത കുടുംബമാണ് ഹലീമ ഹജ്ജുമ്മയുടേത്, പള്ളിയുടെ ഏറ്റവും അടുത്ത അയൽവാസി. എന്നിട്ടും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ആ പള്ളിയുടെ വാതിലുകൾ ആ ഉമ്മയ്ക്കു മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. പള്ളി വിലക്കരുത് എന്ന് മുൻ മഹല്ല് പ്രസിഡന്റും ഇ.കെ. വിഭാഗം നേതാവുമായ അബ്ദുള്ള ദാരിമി ആവശ്യപ്പെട്ടിട്ടും അത് പുച്ഛിച്ചു തള്ളാനാണ് ലീഗ് നേതാക്കൾ മുതിർന്നത്. വുളു എടുക്കാൻ പോലും സൗകര്യമില്ലാതെ നൂറുകണക്കിന് വിശ്വാസികളാണ് ആ പെരുവഴിയിൽ നിന്നത്. ഒടുവിൽ പേരോട് അബ്ദുറഹിമാൻ സഖാഫിയുടെ നേതൃത്വത്തിൽ ആ വീടിന്റെ മുറ്റത്തുവെച്ച് മയ്യിത്ത് നിസ്കാരം നിർവഹിക്കേണ്ടി വന്നു. കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നതിന്റെ പേരിൽ മരിച്ചവരോടുപോലും ഈ ഊരുവിലക്കേർപ്പെടുത്തുന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഫാസിസം കേരളത്തിന് അപമാനമാണ്. അധികാരം തിരിച്ചുകിട്ടുമെന്ന് തോന്നുമ്പോഴേക്കും മഹല്ലുകളിൽ പഴയ ഇരുണ്ടകാലം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇത്തരം നേതാക്കളെ സമുദായം തിരിച്ചറിയണം. ഇതിനെതിരെ മത സാമൂഹ്യ രാഷ്ട്രീയ കേരളം ഒറ്റക്കെട്ടായി പ്രതികരിച്ചേ മതിയാകൂ.